ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് PSC വേൾഡ്. അബീസ് PSC വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ ഒരു വീഡിയോയുമായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ വോയിസ് കേട്ട് സപ്പോർട്ട് ചെയ്തതുപോലെ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ക്ലാസ്സുകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th മെയിൻ എക്സാമിന് വേണ്ടി ജൂൺ 21 10th മെയിൻ എക്സാമാണ്. ആ എക്സാമിന് വേണ്ടി കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് വാഗ്ഭടാനന്ദനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പ്രയോജനപ്പെടുത്തുക. കൂടാതെ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാഗ്ഭടാനന്ദ ഗുരുവിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേതാണ്? അപ്പോൾ ശരിയേതാണെന്നാണ് ചോദ്യം. അപ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിക്കുന്നത്, ശരിയായത് തെറ്റായത്, ഈ രണ്ട് വാക്കുകൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യനകത്ത് എന്താണ് ചോദിക്കുന്നത്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ തെറ്റായ പ്രസ്താവനയാണോ എന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ശരി ഏത് എന്നുള്ള ആ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ. അപ്പോൾ വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണെന്നാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഓരോന്നായിട്ട്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. മൂന്നാമത്തെ ഓപ്ഷൻ 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. നാലാമത്തേത് 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ നിന്ന് വാഗ്ഭടാനന്ദ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. അപ്പം ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 അതായത് ഓപ്ഷൻ 1, 2, 3 ഇവിടെ ശരിയാണ്. അപ്പോൾ 1, 2, 3 എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു, ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു, അതും ശരിയാണ്. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അപ്പോൾ ഈ 3 ഓപ്ഷൻസും ശരിയാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു, അത് ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു, അത് ശരിയാണ്. 1914 ശിവയോഗി വിലാസം എന്ന മാസിക ആരംഭിച്ചു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും വ്യക്തമായി എന്ന് കരുതുന്നു. 1, 2, 3 നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ടിപ്സ് പറഞ്ഞു തന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. എന്താണ് പറഞ്ഞത്? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തുക. എന്നിട്ട് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വാഗ്ഭടാനന്ദ ഗുരുവിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ടുള്ള ആ ഒരു ഓപ്ഷനൊക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വാഗ്ഭടാനന്ദ ഗുരുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് എക്സാമിന് ഇത് ഉപകാരപ്രദമായിരിക്കും. അദ്ദേഹം ജനിച്ചത് ഏത് വർഷമാണ്? വാഗ്ഭടാനന്ദൻ ജനിച്ചത് ഏത് വർഷമാണ്? 1885 വാഗ്ഭടാനന്ദൻ ജനിച്ചത്. 1885. അദ്ദേഹം മരിച്ചത് 1939 വാഗ്ഭടാനന്ദൻ ജനിച്ചത് 1885 1939 അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ കാലഘട്ടം 885 1939. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണമാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് അറിയപ്പെടുന്നു. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിൽ തീയ സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിൽ തീയ സമുദായത്തിൽ ജനിച്ചു വാഗ്ഭടാനന്ദൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ്. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര് ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞിക്കണ്ണൻ എന്നാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ടു. യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ്. കുഞ്ഞിക്കണ്ണൻ എന്ന് യഥാർത്ഥ പേര്. അദ്ദേഹത്തിൻ്റെ പിതാവ് വാഴവളപ്പിൽ കോരൻ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. എങ്ങാനും കയറി ചോദിച്ചാലോ? വാഗ്ഭടാനന്ദൻ്റെ പിതാവിൻ്റെ പേര് വാഴവളപ്പിൽ കോരൻ എന്നും മാതാവിൻ്റെ പേര് വയലേരി
ചീരുവമ്മ എന്നുമാണ്. വയലേരി ചീരുവമ്മ വാഗ്ഭടാനന്ദൻ്റെ അമ്മയുടെ പേരാണ്. അദ്ദേഹം അധ്യാപകനായിരുന്ന കാലത്ത് VK ഗുരുക്കൾ എന്നറിയപ്പെട്ടു. അധ്യാപകനായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് VK ഗുരുക്കൾ എന്നറിയപ്പെട്ടു. യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ്. അധ്യാപകനായിരുന്ന കാലത്ത് പക്ഷേ VK ഗുരുക്കൾ എന്നാണ് അറിയപ്പെട്ടത്. വാഗ്ഭടാനന്ദൻ്റെ ഗുരുവിൻ്റെ പേര് ആലത്തൂർ ശിവയോഗി എന്നാണ്. ആലത്തൂർ ശിവയോഗി ആരുടെ ഗുരുവാണ്? വാഗ്ഭടാനന്ദൻ്റെ ഗുരുവാണ്. അധ്യാപകനായിരുന്ന കാലത്ത് അദ്ദേഹത്തിനെ VK ഗുരുക്കൾ എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര്, വാഗ്ഭടാനന്ദൻ്റെ ഗുരുവിൻ്റെ പേരാണ് ആലത്തൂർ ശിവയോഗി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ടു. യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണൻ എന്നും അധ്യാപകനായിരുന്ന കാലത്ത് VK ഗുരുക്കളെന്നും അദ്ദേഹത്തിൻ്റെ ഗുരു ആലത്തൂർ ശിവയോഗിയാണെന്നും മനസ്സിലാക്കുക. ഇനി കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയതാരാണ്? അദ്ദേഹത്തിൻ്റെ ഗുരുവായ ആലത്തൂർ ശിവയോഗിയാണ്. വാഗ്ഭടാനന്ദന് കുഞ്ഞിക്കണ്ണൻ എന്ന പേര് നൽകിയത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ആലത്തൂർ ശിവയോഗിയാണ്. ആദ്യകാലത്ത് ബ്രഹ്മസമാജത്തിൻ്റെ പരിപാടികളിൽ അദ്ദേഹം ആകൃഷ്ടനായി. ചോദിക്കാം, ബ്രഹ്മസമാജത്തിൻ്റെ പരിപാടികളിൽ ആകൃഷ്ടനായ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? വാഗ്ഭടാനന്ദനാണ്. ജാതി വ്യവസ്ഥയ്ക്കും വിഗ്രഹ ആരാധനയ്ക്കും എതിരായിരുന്നു അദ്ദേഹം. മദ്യവർജനം അദ്ദേഹത്തിൻ്റെ കർമ്മ പരിപാടിയിലെ ഒരു പ്രധാനപ്പെട്ട ഇനമായിരുന്നു. മദ്യവർജനം എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ്റെ കർമ്മ പരിപാടിയിലെ പ്രധാനപ്പെട്ട ഒരു ഇനമായിരുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, വാഗ്ഭടാനന്ദൻ സന്യാസം സ്വീകരിച്ചിരുന്നില്ല. അതും വേണമെങ്കിൽ ചോദിക്കാം. സന്യാസം സ്വീകരിക്കാത്ത നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ശ്രദ്ധിക്കുക. കല്ലായിൽ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചു. കല്ലായിലാണ് രാജയോഗാനന്ദ കൗമുദി ശാല അദ്ദേഹം സ്ഥാപിച്ചു. അടുത്തത് ഒരു വർഷം തന്നെയാണ്, 1906. നമ്മൾ ഓപ്ഷനിൽ കണ്ട വർഷമാണ്. കോഴിക്കോട് കാരപ്പറമ്പിൽ 1906 തത്വപ്രകാശിക എന്ന സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ചു. കോഴിക്കോട് കാരപ്പറമ്പിൽ 1906 അദ്ദേഹം എന്താണ് സ്ഥാപിച്ചത്? തത്വപ്രകാശിക സഭ തത്വപ്രകാശിക എന്ന സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രമാണ് സ്ഥാപിച്ചത്. 1914 ശിവയോഗി വിലാസം എന്ന മാസിക ആരംഭിച്ചു. 1914 എന്താണ് ആരംഭിച്ചത്? ശിവയോഗി വിലാസം മാസിക. കോഴിക്കോട് കേന്ദ്രമായി ആത്മവിദ്യാ സംഘം എന്ന പ്രസ്ഥാനം 1917. അപ്പോൾ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, സംഘടന ഇമ്പോർട്ടൻ്റ് ആണ്. 1917 കോഴിക്കോട് ആത്മവിദ്യാ സംഘം. ആത്മവിദ്യ കാഹളം, അഭിനവ കേരളം എന്നീ പത്രികകളും അദ്ദേഹം ആരംഭിച്ചു. ആത്മവിദ്യ കാഹളവും അഭിനവ കേരളവും എന്താണ്? അദ്ദേഹത്തിൻ്റെ പത്രികകളാണ്. അദ്ദേഹം ആരംഭിച്ച പത്രികകളാണ് ആത്മവിദ്യ കാഹളം, അഭിനവ കേരളം തുടങ്ങിയവ. ഇനി അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ നമുക്ക് നോക്കാം. ഉണരുവിൻ, അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോടെ എതിർപ്പിൻ എന്നത് അഭിനവ കേരള മാസികയുടെ മുഖവാക്യമായിരുന്നു. ഉണരുവിൻ, അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോടെ എതിർപ്പിൻ ഇത് അഭിനവ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖവാക്യമായിരുന്നു. ആത്മവിദ്യാസംഘത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കാവ്യമാണ് സ്വതന്ത്ര ചിന്താമണി. ആത്മവിദ്യാസംഘത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ കാവ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സ്വതന്ത്ര ചിന്താമണിയാണ്. സ്വതന്ത്ര ചിന്താമണി. 1907 വാഗ്ഭടാനന്ദൻ ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. 1927 ഗാന്ധിജിയുമായി വാഗ്ഭടാനന്ദൻ കൂടിക്കാഴ്ച നടത്തിയത്. 1927 വർഷം ഇമ്പോർട്ടൻറ്റ്. 1925 ആത്മവിദ്യ എന്ന ഗ്രന്ഥവും 1925 ആത്മവിദ്യ എന്ന ഗ്രന്ഥവും 1932 ആത്മവിദ്യ ലേഖമാല എന്ന ഗ്രന്ഥവും രചിച്ചു. 32-ലും 25-ലും. 25 ആത്മവിദ്യ എന്ന ഗ്രന്ഥം, 32 ആത്മവിദ്യ ലേഖമാല എന്ന ഗ്രന്ഥവും രചിച്ചു. 2 ഗ്രന്ഥങ്ങളാണ് ആത്മവിദ്യയും ആത്മവിദ്യ ലേഖമാല. ആത്മവിദ്യ ലേഖമാല പഠിക്കാനായിട്ട് എളുപ്പമുണ്ട്. രണ്ടും ആത്മവിദ്യ വെച്ച് തന്നെയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. ഇനി 1929 ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമായി ആത്മവിദ്യ കാഹളം ആരംഭിച്ചു. 1929 എന്നുള്ള വർഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. 1929 അദ്ദേഹം എന്താണ് ചെയ്തത്? ആത്മവിദ്യ സംഘത്തിൻ്റെ മുഖപത്രമായി ആത്മവിദ്യ കാഹളം ആരംഭിച്ചു. 1932 ഗാന്ധിജി ഉപവാസ സമരം ആരംഭിച്ചപ്പോൾ ആത്മവിദ്യ
കാഹളത്തിൽ ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കുക എന്ന് മുഖപ്രസംഗം എഴുതി. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതിനുശേഷം സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തെ പിന്തുണച്ചു. അതാണ് നമുക്ക് വേണ്ടിയ പോയിന്റ്. സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തെ പിന്തുണച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ബഹുദൈവ ആരാധനയെ അദ്ദേഹം വിമർശിച്ചു അല്ലെങ്കിൽ എതിർത്തു. പിന്നീട് നമുക്ക് എന്താണ് പഠിക്കാനുള്ള അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്? വാഗ്ഭടാനന്ദനും ശ്രീനാരായണ ഗുരുവും ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് കണ്ടുമുട്ടി 1914. അപ്പോൾ വാഗ്ഭടാനന്ദനും ശ്രീനാരായണ ഗുരുവും എവിടെ വെച്ച് കണ്ടുമുട്ടി? ആലുവ അദ്വൈതാശ്രമം 1914 കേട്ടോ. 1914 എന്നുള്ള വർഷം ഒന്ന് ശ്രദ്ധിക്കുക. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആശയങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് ഉള്ള വാഗ്ഭടാനന്ദൻ്റെ പുസ്തകമാണ് അധ്യാത്മയുദ്ധം. അധ്യാത്മയുദ്ധം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആശയങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള വാഗ്ഭടാനന്ദൻ്റെ പുസ്തകമാണ് ആധ്യാത്മയുദ്ധം എന്നാണ്. ആധ്യാത്മയുദ്ധം. മറ്റു രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മംഗളശ്ലോകങ്ങൾ, പ്രാർത്ഥനാഞ്ജലി, ആത്മവിദ്യ, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, ആത്മവിദ്യ, പ്രാർത്ഥനാഞ്ജലി, മംഗളശ്ലോകങ്ങൾ. ഇത്രയും വാഗ്ഭടാനന്ദൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ആത്മവിദ്യാ ലേഖമാല രചിച്ചു 1932 ആത്മവിദ്യാ ലേഖമാല. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം അത് സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം. ഭാര്യയുടെ പേരൊന്ന് നോക്കി വെച്ചേക്കുക, വാഗ്മേയദേവി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം അതിന് നേതൃത്വം കൊടുത്തു. ഇവിടെ ആർക്കും പ്രത്യേക അധികാരമില്ല, അവകാശമില്ല. പ്രകൃതി ദേവത എല്ലാ മനുഷ്യനും അത്യന്താപേക്ഷിതമായ വായും വെള്ളവും ഇവിടെ തുല്യ അവകാശത്തോടു കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഋഷീശ്വര ഭാരതത്തിൻ്റെ സന്ദേശമാണത്. ഇങ്ങനെ പറഞ്ഞത് വാഗ്ഭടാനന്ദനാണ്. ഇവിടെ ആർക്കും പ്രത്യേക അധികാരമില്ല, അവകാശമില്ല. പ്രകൃതി ദേവത എല്ലാ മനുഷ്യനും അത്യന്താപേക്ഷിതമായ വായും വെള്ളവും ഇവിടെ തുല്യ അവകാശത്തോടു കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഋഷീശ്വര ഭാരതത്തിൻ്റെ സന്ദേശമാണ് അത്. ഇങ്ങനെ പറഞ്ഞത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസി ആയിരുന്നു, ആചാര സന്യാസി ആയിരുന്നില്ല. ഇങ്ങനെ പറഞ്ഞത് സുകുമാർ അഴീക്കോട്. വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസി ആയിരുന്നു, ആചാര സന്യാസി ആയിരുന്നില്ല എന്ന് പറഞ്ഞത് സുകുമാർ അഴീക്കോട്. കൊട്ടിയൂർ ഉത്സവ പാട്ട് രചിച്ചത് അദ്ദേഹമാണ്. 1939 ഒക്ടോബർ 29 വാഗ്ഭടാനന്ദൻ അന്തരിച്ചു. കൊട്ടിയൂർ ഉത്സവ പാട്ട് രചിച്ചു. വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസി ആയിരുന്നു, ആചാര സന്യാസി ആയിരുന്നില്ല. ഇങ്ങനെ പറഞ്ഞു സുകുമാർ അഴീക്കോട്. അപ്പോഴും നമ്മൾ വാഗ്ഭടാനന്ദനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വളരെ വേഗം നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്നൊന്ന് വേഗം ഒന്ന് നോക്കി പോകാം. വാഗ്ഭടാനന്ദ ഗുരു ജനിച്ചത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന സ്ഥലത്താണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയമാണ് സ്ഥാപിച്ചത്. 14 ശിവയോഗ വിലാസം മാസികയാണ് ആരംഭിച്ചത്. അത് 3 നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം ആയതുകൊണ്ട് അത് 3 നമ്മൾ പഠിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയവും 14 ശിവയോഗി വിലാസം ഇത് മാസികയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. പിന്നീട് നമ്മൾ എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് പ്രധാനമായിട്ട് പഠിച്ചത്? ആത്മവിദ്യ, കാഹളം, അഭിനവ കേരളം അത് 2 പത്രികകളാണ്. പിന്നീട് വാഗ്ഭടാനന്ദൻ സന്യാസം സ്വീകരിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് ആലത്തൂർ ശിവയോഗി എന്നായിരുന്നു. യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് അറിയപ്പെട്ടു. 1885 അദ്ദേഹം ജനിച്ചത്. മരണം 1939. അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ VK ഗുരുക്കൾ എന്ന് അറിയപ്പെട്ടിരുന്നു. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, അത് മറന്നു പോവല്ലേ. കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിലാണ് ജനിച്ചത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നതേ ഉള്ളൂ. യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണൻ. പിതാവിൻ്റെ പേര് പഠിച്ചു, വാഴവളപ്പിൽ കോരൻ. മാതാവ് വയലേരി ചീരു അമ്മ. അധ്യാപകനായിരുന്ന കാലത്ത് VK ഗുരുക്കൾ പറഞ്ഞു കഴിഞ്ഞു. ഗുരുവിൻ്റെ പേര് ആലത്തൂർ ശിവയോഗി. കുഞ്ഞിക്കണ്ണന് ആ പേര്, വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ആലത്തൂർ ശിവയോഗി തന്നെയായിരുന്നു. ബ്രഹ്മസമാജത്തിൻ്റെ പരിപാടികളിൽ ആകൃഷ്ടനായി അതിൽ പങ്കെടുത്തു. പിന്നീട് എന്താണ് പറഞ്ഞത്? ബ്രഹ്മസമാജത്തിൻ്റെ പരിപാടികളിൽ ആകൃഷ്ടനായിരുന്നു.
പിന്നീട് മദ്യവർജന ഇദ്ദേഹത്തിൻ്റെ കർമ്മ പരിപാടിയിൽ ഒരു പ്രധാനപ്പെട്ട ഇനമായിരുന്നു വാഗ്ഭടാനന്ദൻ സന്യാസം സ്വീകരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ചേക്കുക. ചിലപ്പോൾ സന്യാസം സ്വീകരിച്ചിരുന്നു എന്നായിരിക്കും തരുന്നത്. പിന്നെ ജാതി വ്യവസ്ഥ, വിഗ്രഹാരാധന ഇവയ്ക്കെല്ലാം എതിരായിരുന്നു. മദ്യാർജന അദ്ദേഹത്തിൻ്റെ കർമ്മപരിപാടിയിൽ ഉൾപ്പെട്ട ഒരു ഇനമായിരുന്നു, പറഞ്ഞു അല്ലേ. കല്ലായിൽ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചു. കല്ലായിലാണ് രാജയോഗാനന്ദ കൗമുദിശാല സ്ഥാപിച്ചത്. കൗമുദി യോഗശാല, രാജയോഗാനന്ദ കൗമുദി യോഗശാല കല്ലായിൽ സ്ഥാപിച്ചു. പിന്നീട് നമ്മൾ കോഴിക്കോട് കാരപ്പറമ്പിൽ 1906 തത്വപ്രകാശിക, അത് സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രമാണ്. അപ്പോഴതൊക്കെ ചോദിക്കാം. സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രമാണെന്ന് പ്രത്യേകം ഓർക്കുക. വർഷം 1906 കോഴിക്കോട് കാരപ്പറമ്പ്. 14 ശിവയോഗി വിലാസം മാസികയാണ്. 1914 ശിവയോഗി വിലാസം മാസിക. പിന്നീട് ആത്മവിദ്യാ കാഹളം, അഭിനവ കേരളം നമ്മൾ പറഞ്ഞു. പിന്നീട് എന്താണ്, 1927 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അതൊരു പ്രധാനപ്പെട്ട വർഷമായിരുന്നു അല്ലേ, ഞാൻ പറഞ്ഞതാണ്. 1927 ഗാന്ധിജിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. പിന്നീട് ആത്മവിദ്യ എന്ന ഗ്രന്ഥവും ആത്മവിദ്യ ലേഖമാല, അതും ഗ്രന്ഥമാണ്. 1929 ആത്മവിദ്യ സംഘത്തിൻ്റെ മുഖപത്രമായി ആത്മവിദ്യ കാഹളം ആരംഭിച്ചു. 27 ഗാന്ധിജിയായിട്ട് കൂടിക്കാഴ്ച. 1929 ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമായി ആത്മവിദ്യ കാഹളം ആരംഭിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും പ്രയോജനപ്പെടുത്തുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.